പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. പ്രിയ സഹോദരങ്ങളെ, ഇന്ന് ദുഃഖവെള്ളിയാഴ്ച ശുശ്രൂഷകളെല്ലാം ആരംഭത്തിലെ രാവിലത്തെ ശുശ്രൂഷകളെല്ലാം കഴിഞ്ഞായിരിക്കും നിങ്ങൾ ഈ വീഡിയോ കാണുന്നത്. ഇന്നലെ കുറേ സമയം ദിവ്യകാരുണ്യ സന്നിധിയിൽ പ്രാർത്ഥിക്കാനായിട്ട് പറ്റിയല്ലോ അല്ലേ. കുറേ പേര് അച്ഛനോട് പറഞ്ഞു കേട്ടോ. കുറേ സമയം അച്ഛാ, ഞങ്ങൾ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് പരിശുദ്ധ കുർബാനയുടെയും പൊതു ആരാധനയുടെയും സമയം കൂടാതെ 2-3 മണിക്കൂറൊക്കെ ദിവ്യകാരുണ്യ സന്നിധിയിൽ ഇരിക്കാനായിട്ട് കർത്താവ് അനുഗ്രഹം നൽകിയെന്ന് പലരും ഇന്നലെ വൈകിട്ട് അച്ഛനെ വിളിച്ചപ്പോൾ പറയുകയുണ്ടായി. ഹല്ലേലൂയ. ഇന്ന് നാം ധ്യാനിക്കുന്നത് യെശയ്യാ പ്രവചനം 53:4. ശരിക്കും ദുഃഖവെള്ളിയാഴ്ചയുടെ പ്രസക്തിയാണ് അവിടെ വചനം പറയുന്നത്. എന്താണ് ശരിക്കും ഈശോ കുരിശിൽ ചുമന്നത്? വചനം വെളിപ്പെടുത്താണ്, നമ്മുടെ വേദനകളാണ് യഥാർത്ഥത്തിൽ അവൻ വഹിച്ചത്, നമ്മുടെ ദുഃഖങ്ങളാണ് അവൻ ചുമന്നത്. നമ്മുടെ വേദനകൾ അവൻ വഹിച്ചു, ദുഃഖങ്ങൾ ചുമന്നു. അതെന്തിനു വേണ്ടിയാണ് പ്രിയ സഹോദരങ്ങളെ? നമുക്ക് വിടുതൽ നൽകാൻ വേണ്ടിയിട്ടാണ്. നമുക്ക് അടിമത്തത്തിൻ്റെ ചങ്ങലകളിൽ നിന്ന്, നിരാശയിൽ നിന്ന്, കുറ്റബോധത്തിൽ നിന്ന്, തകർച്ചകളിൽ നിന്ന് വിടുതൽ നൽകാൻ വേണ്ടിയിട്ടാണ് എൻ്റെ യേശു അവൻ എൻ്റെ വേദനകൾ അവൻ വഹിച്ചത്, എൻ്റെ ദുഃഖങ്ങൾ അവൻ ചുമന്നത്, എനിക്ക് വിടുതലിന് വേണ്ടിയിട്ട്. അപ്പോൾ ഒരു വ്യക്തി വിടുതൽ സ്വീകരിക്കുന്നത് ഈ രക്ഷ അവൻ കരഗതമാക്കണം, സ്വന്തമാക്കണം. നാളെ പ്രത്യേകമായിട്ട് വിശുദ്ധീകരണ ദിനമാണ് അല്ലേ, മാമോദീസ വ്രത നവീകരണത്തിൻ്റെയൊക്കെ. അപ്പോൾ അത് ചുമ്മാ ഒരു പരിപാടിയല്ല. നാളെ ഇന്നത്തെ പോലെ തന്നെ നല്ല എരിവോട് കൂടിയിട്ട് നമ്മൾ പോകണം. നാളത്തെ ശുശ്രൂഷകളിൽ നമ്മുടെ മാമോദീസ വ്രത നവീകരണം നടത്തണം. പിന്നെ വിശുദ്ധ ജലം കൊടുക്കുന്ന ആളെ കുപ്പിയൊക്കെ ആയിട്ട് പോകണം. എന്നിട്ട് വിശുദ്ധ ജലം കൊണ്ടുവന്ന് വീടും പരിസരമൊക്കെ നമ്മുടെ ഇവിടെ പള്ളിയും അതുപോലെ തന്നെ കോൺവെൻറ്റുകളൊക്കെ നമ്മൾ ശരിക്കും ഒന്ന് വെഞ്ചിരിക്കും. ഈ ദുഃഖ ശനിയാഴ്ച ദിവസങ്ങളിൽ നമ്മൾ വെഞ്ചിരിക്കും. അതുകൊണ്ട് തന്നെ നമ്മുടെ വീടും പരിസരമൊക്കെ വെഞ്ചിരിച്ച് പ്രാർത്ഥിച്ച് അങ്ങനെ മറ്റൊന്ന് ഒരുക്കത്തോട് കൂടിയിട്ട് നമുക്ക് ഉയർപ്പ് തിരുനാൾ, അതായത് നമ്മുടെ ജീവിതത്തിന് ഒരു ഉയർപ്പ് കർത്താവ് തരണം. അതൊരു പ്രധാനപ്പെട്ട കാര്യം. നമ്മുടെ ജീവിതം ഇന്ന് നമ്മളുടെ ജീവിതം കല്ലറയിൽ അടയ്ക്കപ്പെട്ടതുപോലെയാണ്, ഒരു പ്രതീക്ഷയില്ലാത്ത. പക്ഷേ പ്രിയ സഹോദരങ്ങളെ, കർത്താവ് കാണിച്ചു തരുന്ന വഴിയിലൂടെ നടക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് കർത്താവ് ഒരു ഉയർപ്പ് നൽകും. ഈ ഒരു അഭിഷേകം കർത്താവെ ഈ ഒരു ദിനത്തിൽ നൽകട്ടെ. ഇന്നത്തെ പരിഹാര പ്രദക്ഷിണത്തിലൊക്കെ നമ്മുടെ ഫാഷൻ ഷോയുടെ പരേഡല്ല, നല്ല ഒതുക്കത്തോടെ, നല്ല ഒരുക്കത്തോടെ, ആത്മീയമായ ഒരു ഉത്ഥാനത്തിന് വേണ്ടി ആഗ്രഹിച്ചു വേണം സായാഹ്നത്തിലെ ശുശ്രൂഷകളിൽ പങ്കെടുക്കാൻ. ഈശോ നമ്മെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. രക്ഷിതാവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ആശീർവദിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.